ഓരോ കാവുകൾക്കും ഒരുപാട് കഥകളും ഐതിഹ്യങ്ങളും ഒക്കെ പറയാനുണ്ടാവും. പ്രകൃതിയെയും ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്നതിലൂടെ മാത്രമേ ഭൂമിയിൽ മനുഷ്യന് നിലനിൽപ്പുള്ളൂ എന്ന അറിവും ദീർഘവീക്ഷണവും ഒക്കെയുള്ള നമ്മുടെ പൂർവികർ കാവുകളും കുളങ്ങളും ഒക്കെ സംരക്ഷിച്ചു. പ്രകൃതി ശക്തികളെ ആരാധിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്തു വന്നു. പണ്ട് ത്രേതായുഗത്തിൽ ഈ കരയുണ്ടായ കാലത്ത് ലവണാംശമുള്ള മണ്ണായിരുന്നു ഇവിടെയെന്നും പിന്നീട് നാഗദൈവങ്ങൾ തങ്ങളുടെ വിഷം കൊണ്ടാണ് ഈ മണ്ണ് ശുദ്ധീകരിച്ചത് എന്നും ഒരു ഐതിഹ്യമുണ്ട്. മണ്ണാറശാല എന്ന പേരിന് പിന്നിലും ഒരു ഐതിഹ്യം കേൾക്കാനിടയായി. പണ്ട് ഈ പ്രദേശത്ത് കാട്ടുതീ പടർന്ന കാലത്ത് ഈ കാവിന്റെ സംരക്ഷണത്തിനും പൂജയ്ക്കും ഒക്കെയായി നിയോഗിച്ചിരുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠനായ വാസുദേവനും പത്നി ശ്രീദേവിയും കാവിൽ തീ പടരാതെ നോക്കുകയും നാഗങ്ങളെ സംരക്ഷിക്കുകയും ചെയ്തു. അന്ന് അഗ്നി ബാധിക്കാതെ ആറിയ മണ്ണോടുകൂടിയ ഇടം പിന്നീട് മണ്ണാറശാലയായി മാറി എന്നാണ് ഐതിഹ്യം. നാഗങ്ങളെയും കാവിനെയും സംരക്ഷിച്ച ബ്രാഹ്മണ ദമ്പതികൾക്ക് മുന്നിൽ സാക്ഷാൽ നാഗരാജാവ് പ്രത്യക്ഷപ്പെട്ടു. മക്കളില്ലാതെ വിഷമിച്ചിരുന്ന അവരുടെ മകനായി പിന്നീട് നാഗരാജാവ് ജനിച്ചു എന്നും ഒരു ഐതിഹ്യമുണ്ട്. ഈ ഒരു ഐതിഹ്യത്തിന്റെ ഭാഗമായാണ് കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾ ഈ ക്ഷേത്രത്തിൽ വന്ന് പൂജകളൊക്കെ നടത്തുന്നത്. സ്ത്രീകൾ മുഖ്യ പൂജാരിയാകുന്ന ക്ഷേത്രം എന്ന നിലയിലും പ്രശസ്തി ആർജിച്ച ഒരു ക്ഷേത്രമാണിത്. ഈ നാടിന്റെ മുഴുവനും അമ്മയായി കാണുന്ന മണ്ണാറശാല അമ്മയാണ് ക്ഷേത്രത്തിന്റെ മുഖ്യ പൂജാരിയാകുന്നത്. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ടൗണിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ ദൂരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്.